എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം പ്രണയമാണ്. പ്രണയത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, പ്രണയത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് എന്താണ്? നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാറുള്ളത്? രണ്ട് രീതിയിലാണ്, അല്ലേ? ഒന്ന് അറേഞ്ച്ഡ് മാരേജാണ്, മറ്റൊന്ന് ലവ് മാരേജാണ്, അതായത് പ്രണയ വിവാഹം. എന്നാൽ ഇന്ന് ഞാൻ പ്രണയം വിഷയമാക്കി എടുത്തത് എന്തുകൊണ്ടാണെന്നറിയാം? ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് പ്രണയ വിവാഹമാണ്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതും പ്രണയ വിവാഹം തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരാളെ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു മാനസികമായ ആറ്റിറ്റ്യൂഡിലേക്ക് പുതിയ തലമുറ കടന്നു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പ്രണയ വിവാഹത്തിന് തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ പ്രണയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ പ്രണയമെന്ന സങ്കല്പമുണ്ട്. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൊന്ന് പ്രണയം തന്നെയാണ്. മാത്രവുമല്ല, ഒരു വ്യക്തിയുടെ സ്വാഭാവികമായിട്ടുള്ള വളരെ നാച്ചുറലായിട്ടുള്ള ഒരു വൈകാരിക തലമാണ് പ്രണയം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനിലുമുണ്ട് പ്രണയമെന്ന ഒരു മാനസികമായ ഒരു വൈകാരികമായ ഒരു തലം. അതുകൊണ്ട് തന്നെ അതൊരു കുറ്റമാണെന്ന് പറയാനാവില്ല. പക്ഷേ നമ്മളതിനെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കൈ മാത്രമല്ല, ജീവിതത്തിന് തന്നെ പൊള്ളലേൽക്കും. ഇവിടെ നമ്മൾ രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് വിശകലനം ചെയ്യേണ്ടി വരിക. ഒന്ന് ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, മറ്റൊന്ന് ആരാണോ പ്രണയിക്കുന്നത്, ആരാണോ പ്രണയിക്കാൻ പോകുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട്. നമുക്ക് ആദ്യം രക്ഷിതാക്കളിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ മകനോ മകളോ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാറുള്ളത്? പലപ്പോഴും അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസാണ് സ്പോട്ടിൽ ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മകന് ലഭിക്കാറുള്ളത്. എന്നാൽ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒരാളെ പ്രണയിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മാത്രവുമല്ല, നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്നത്, നമ്മുടെ മക്കളെന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുവാനും പുതിയ കാഴ്ചപ്പാടുകളും നിലപാടുകളുമൊക്കെ സൂക്ഷിക്കുന്നവരുമൊക്കെയാണ്. പുതിയ കാലത്തിൻ്റെ പ്രതീകങ്ങളാണ് അവർ. നമ്മൾ കടന്നു വന്ന ബാല്യമോ കൗമാരമോ യൗവനമോ ഒന്നുമല്ല പുതിയ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളത്. പുതിയ കാലത്തിൻ്റെ ബാല്യവും പുതിയ കാലത്തിൻ്റെ കൗമാരവും പുതിയ കാലത്തിൻ്റെ യൗവനങ്ങളുമൊക്കെയാണ് അവരൊക്കെ. അപ്പോൾ നമ്മുടെ ചിന്താഗതികളും അവരുടെ ചിന്താഗതികളും തമ്മിൽ ഒരുപാട് അന്തരം നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ കാണാൻ പറ്റും. മാത്രവുമല്ല, നമ്മുടെ ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ശരിക്കും ഒരു വ്യക്തിത്വത്തിനാണ് രൂപം കൊടുക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ മകന് ഒരു ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവമോ എൻ്റെ ചിന്തകളോ എൻ്റെ കാഴ്ചപ്പാടുകളോ എൻ്റെ നിലപാടുകളോ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ സ്വപ്നങ്ങളോ അല്ല അവനുണ്ടാവുക. അത് വളരെ വ്യത്യസ്തമാണ്, ഡിഫറൻ്റാണ്. ഇനി അവൻ നടന്ന് നീങ്ങുന്ന വഴികളിൽ നിന്ന് അവന് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് അവനിൽ രൂപപ്പെടുന്ന കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അത് അംഗീകരിക്കുവാനുള്ള മനസ്സാണ് ഒരു രക്ഷിതാവിന് ഉണ്ടായിരിക്കേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്തുന്നിടത്തല്ല. മാത്രവുമല്ല, പ്രണയിച്ച് വിവാഹം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ പറഞ്ഞ ഒരാളെ വിവാഹം കഴിക്കാതിരുന്നത് കൊണ്ടോ അല്ല കുടുംബജീവിതം തകരുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിലപ്പുറം രണ്ട് വ്യക്തികൾ കൂടിച്ചേർന്നപ്പോൾ, അത് അറേഞ്ച്ഡ് ആവട്ടെ ലവ് മാരേജ് ആവട്ടെ എന്തു തന്നെയുമാവട്ടെ, രണ്ട് വ്യക്തികൾ കൂടിച്ചേർന്നപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള മാനസികമായ പൊരുത്തക്കേടുകളാണ് ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ വിവാഹം കഴിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലപ്പുറം
ആരെ വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ്. ഇനി അച്ഛനമ്മമാരെ കണ്ടെത്തുന്ന ഒരാളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കൂടി വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയും ഉയർന്ന മാനസിക തലത്തോടു കൂടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മക്കൾ ഇങ്ങനെയൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ട് ബഹളമുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെയല്ല നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാവും, പിന്നെ ഒരു പിതാവ് എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ നമ്മൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതല്ല, നമ്മൾ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, നമ്മൾ അവരെ എങ്ങനെ വളർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മക്കളെ വളർത്തുമ്പോൾ അച്ഛനമ്മമാർക്ക് വലിയ റോളുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുമ്പോൾ കുറേ മാർക്ക് നേടുക, കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ഒരു നല്ല ജോലി ഉണ്ടാക്കുക, അങ്ങനെ ഒരു ചെറിയ ആംഗിളിൽ നിന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മൾ കുട്ടികളെ വളർത്താറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. മികച്ച കുട്ടികളെ രൂപപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരു ചെറിയ ആംഗിളിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയല്ല കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത്. അതിനെന്താണ് നമ്മൾ വേണ്ടത്? മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ശരിയും തെറ്റും സ്വയം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികളിലും തളരാതെ പിടിച്ചു നിൽക്കുവാനുള്ള ആറ്റിറ്റ്യൂഡ് അവർക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. ഏത് പ്രശ്നങ്ങളിലും കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ മറ്റുള്ളവരോട് മികച്ച രീതിയിൽ പെരുമാറാൻ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിൽ നന്മയും സ്നേഹവുമുള്ള ഒരു മക്കളായിട്ട് അവരെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ രീതിയിലൊക്കെയാണ് അച്ഛനമ്മമാർ മക്കളെ വളർത്തേണ്ടത്. അല്ലാതെ സ്കൂളിൽ മാത്രം പറഞ്ഞു വിട്ട് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച് മാർക്കും ജോലിയും സർട്ടിഫിക്കറ്റും ഉണ്ടാക്കിയിട്ട് അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നാളെ ബന്ധങ്ങളുടെ വില അവർക്ക് മനസ്സിലാക്കാനാവില്ല, സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കാനാവില്ല, ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ടായിരിക്കില്ല, പോസിറ്റീവായി ചിന്തിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ജീവിതത്തിൽ പാഠപുസ്തകങ്ങൾക്കപ്പുറം ചില മൂല്യങ്ങൾ, കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് പഠിപ്പിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല വ്യക്തിത്വമുള്ള ഒരു മകനെ, ഒരു മകളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം അവരെടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിരിക്കും, അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കും. ധൈര്യത്തോടെ നമുക്കവരെ സ്വതന്ത്രമായി വിടാമെന്നുള്ളതാണ്. ഇത് വിടാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? ആ രീതിയിൽ മക്കൾ പാകപ്പെട്ടു വരുന്നില്ല എന്നുള്ളത് പുതിയ സമൂഹത്തിൻ്റെ, പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. സ്കൂളിലെ വിദ്യാഭ്യാസത്തിനപ്പുറം വീടുകളിൽ നിന്ന് അച്ഛനമ്മമാർ നൽകേണ്ട ഒരു വിദ്യാഭ്യാസമുണ്ട്. അത് അവർക്ക് നൽകാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. ബന്ധങ്ങളുടെ പേരിൽ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ മികച്ച രീതിയിൽ രൂപപ്പെടുത്തുവാൻ അച്ഛനമ്മമാർക്ക് കഴിയാതെ പോകുന്നത് അങ്ങനെയൊരു വിദ്യാഭ്യാസം അവർക്ക് നൽകാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെവിടെയും പോവില്ല. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളൊക്കെ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ നമുക്ക് തന്നിട്ടുള്ള ഒരു പരിഗണനയാണ്, സ്നേഹമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് അച്ഛനമ്മമാരോട് പറയാനുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കൾ ഇങ്ങനെയുള്ള സ്വന്തം തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വന്ന് പറയുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, എതിർക്കുകയല്ല, അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയല്ല. സമചിത്തതയോടെ അവരുടെ അടുത്തിരുന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കി നല്ലതാണെങ്കിൽ അവരോടൊപ്പം നിന്ന് സ്നേഹത്തോടെ മികച്ച നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം കൂടുക എന്നുള്ളത് തന്നെയാണ് അച്ഛനമ്മമാർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇനി മക്കളോടെന്ന് പറയുമ്പോൾ പുതിയ തലമുറയോട്, ഇനി പ്രണയിക്കാൻ പോകുന്നവരോട്, പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ ഒരാൾ പ്രപ്പോസ് ചെയ്തു എന്നുള്ളത് ആവരുത് ഒരാളെ പ്രണയിക്കുവാനുള്ള മാനദണ്ഡമായി മാറേണ്ടത്. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെയും പരസ്പരം കടന്നു പോകേണ്ടതുണ്ട്. കുറച്ച് നാടുകൾക്ക് പിടിക്കും. അപ്പോൾ നമ്മളിവിടെ തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? നമ്മളൊരാളെ പ്രണയിക്കുമ്പോൾ ആ പ്രണയം ജീവിതമാക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ല ഒരു പ്രണയം ആരംഭിക്കേണ്ടത്. അതിലപ്പുറം പ്രണയത്തെ, ഈ ഒരു യാത്രയെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതമാക്കി മാറ്റാൻ കഴിയുമോ എന്ന ഒരു അന്വേഷണമാവണം ഓരോ പ്രണയവും.
ആ രീതിയിലാണ് നമ്മൾ പ്രണയത്തെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് പ്രണയത്തെ ജീവിതമാക്കുക എന്ന നിർബന്ധ ബുദ്ധി പ്രണയിച്ച് തുടങ്ങുന്ന സമയത്ത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിലപ്പുറം ഒരു കൂളിംഗ് ടൈമായിട്ട് പ്രണയത്തെ നമുക്ക് കാണാൻ പറ്റണം. പരസ്പരം മനസ്സിലാക്കാനുള്ള, നമുക്ക് സ്നേഹത്തോടെ പരസ്പരം കെയർ ചെയ്ത്, അതുപോലെ തന്നെ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ തരത്തിലും നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനുള്ള അവസരത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാക്കിയിട്ട് പ്രണയത്തെ നമുക്ക് കൊണ്ടുപോകാനാവണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനോട് പറയാനുള്ളത്, മാനസികമായിട്ടുള്ള ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ ഈ പ്രണയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കണം. പ്രണയിക്കുന്ന സമയത്ത് മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പക്ഷെ എന്ത് പാടില്ല? ശാരീരികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു തരി പോലും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ അപകടത്തിലേക്ക് ഒരാളുടെ ജീവിതത്തെ നയിക്കും. അതിൻ്റെ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ പ്രണയം എന്ന സങ്കല്പമുണ്ട്. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിജയിച്ച പ്രണയങ്ങളല്ല, പരാജയപ്പെട്ട പ്രണയങ്ങളാണ് ഈ ലോകത്ത് ഏറെയുള്ളത്. വിജയിച്ച പ്രണയങ്ങളല്ല, പരാജയപ്പെട്ട പ്രണയങ്ങളാണ് ഏറെയുമുള്ളത്. അതുകൊണ്ടാണ് പ്രണയിക്കുമ്പോൾ സൂക്ഷിച്ച കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൽ നിങ്ങൾക്ക് എത്രയും പോകാം. നിങ്ങൾക്കൊരു കോഫി ഷോപ്പിൽ കയറിയിട്ട് കോഫി കഴിക്കാം ഒന്നിച്ച്, നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം പാർലറിൽ പോയിട്ട് ഒന്നിച്ച് ഐസ്ക്രീം കഴിക്കാം, ഒരു പ്ലേറ്റിൽ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ യാത്ര പോകാം. അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ മാനസികമായ അറ്റാച്ച്മെൻറ്റ് രൂപപ്പെടാനും നിങ്ങൾക്ക് പരസ്പരം കുറേ മനസ്സിലാക്കുവാനും സഹായിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷെ അതിലപ്പുറം ശാരീരികമായ അറ്റാച്ച്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു അബദ്ധമായിട്ടോ മാറിപ്പോകുമെന്ന് മറന്നു പോകണ്ട. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ പ്രണയിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. അപ്പോൾ പ്രണയിക്കുന്ന സമയം മനോഹരമായിട്ട് തന്നെ പ്രണയിക്കുക, പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, സത്യസന്ധമായി മനസ്സിലാക്കുക. മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ആ സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ കൂടെയുള്ള ഞാൻ പ്രണയിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നിലപാടുകൾ എടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, അഭിപ്രായങ്ങൾ പറയുന്നത്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന ആളാണോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിൽ പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കയറിപ്പോയതുപോലെ തന്നെ പ്രണയത്തിൽ നിന്ന് ഇറങ്ങി വരാനും തിരിച്ചു വരാനും നമുക്ക് സാധിക്കണം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കാര്യങ്ങൾ പരസ്പരം നന്നായിട്ട് അറിയുന്ന രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ പ്രണയം എന്ന വാക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല ചങ്ങാതിമാരാവാം. അവിടെയാണ് മാനസികമായ അറ്റാച്ച്മെൻറ്റുകളെ പാടുള്ളൂ, ശാരീരികമായ അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും. നിങ്ങൾക്ക് പിന്നീട് നല്ല ചങ്ങാതിമാരായിട്ട് പരസ്പരം ജീവിതം ഒന്നിച്ച് ജീവിച്ചു തീർക്കാനാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല ചങ്ങാതിമാരായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രണയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. പുതിയ കാലം തീർച്ചയായിട്ടും പ്രണയവിവാഹത്തിൻ്റെ ഒരു കാലം തന്നെയായിരിക്കും. എന്നാൽ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വിജയവും പരാജയവും നിർണ്ണയിക്കപ്പെടുക. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏറ്റവും മികച്ച രീതിയിൽ, നല്ല രീതിയിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല പ്രണയമുണ്ടാവട്ടെ, നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ. അതൊക്കെ വിജയിക്കുവാനും നല്ല ഒരു ജീവിതമാക്കി അതിനെ മാറ്റിയെടുക്കുവാനും സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അങ്ങനെയുള്ള ആഗ്രഹത്തോടൊപ്പം ഓരോ അച്ഛനമ്മമാരും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.